अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين आज अल्लाह ताला के फजल से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നു മുതൽ കാനഡ അഹമ്മദിയ ജമാഅത്തിന്റെ ജലസ സലാന ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ വർഷവും ലോകത്തിലെ ജമാഅത്തുകൾ അവരുടെ ദേശീയ ജലസകൾ സംഘടിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇതിന് പ്രാരംഭം കുറിച്ചത്. പറയുന്നു, വർഷത്തിൽ 3 ദിവസം ഖാദിയാനിൽ ഒരുമിച്ച് കൂടുക. നമുക്ക് ഏതെങ്കിലും മേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഇത്തരത്തിൽ ഒരുമിച്ച് കൂടേണ്ടത്. കളിതമാശ നടത്താനോ വിനോദത്തിനോ വേണ്ടിയല്ല. ഭൗതികമായ ഏതെങ്കിലും ലക്ഷ്യം നേടിയെടുക്കുന്നതിനും വേണ്ടിയല്ല, മറിച്ച് ദീനിന്റെ അറിവിൽ പുരോഗതി നേടുകയും വിജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ മാരിഫത്ത് ഉയർച്ച കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി മാരിഫത്ത് എന്താണ്? ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് അറിവുണ്ടാക്കുക, അതിന്റെ പരിപൂർണത മനസ്സിലാക്കുക, അതാണ് മാരിഫത്ത്. അവിടുന്ന് എത്തരത്തിലുള്ള മാരിഫത്തിലാണ് പുരോഗതി നൽകാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നത് പുറമേയുള്ളത് മാത്രമായിരുന്നില്ല. നാം മുസ്ലിമാണ് എന്ന കാര്യം പുറമേ മാത്രം വെളിപ്പെടുത്തുക എന്നതാകരുത്. അല്ലെങ്കിൽ നാം വെറും കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഉരുവിടുന്നവരാകരുത്. മറിച്ച് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ വിശ്വാസത്തിൽ പുരോഗതി കൈവരിക്കേണ്ടതാണ്. അവിടുന്ന് ഇതും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യങ്ങളും അന്വേഷിക്കുക. അള്ളാഹുവിനോടുള്ള കടമകൾ എന്തെല്ലാമാണ്, അത് നാം എങ്ങനെ നിർവഹിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്, അതിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. നാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചു. ഖാതമുൽ അംബിയ ആയി അംഗീകരിച്ചു. അതുകൊണ്ട്
അവിടുന്നിന്റെ അധ്യാപനങ്ങൾ, അവിടുന്നിന്റെ സുന്നത്തുകൾ എന്നിവ മനസ്സിലാക്കുകയും അതിൽ പ്രവൃത്തി കാഴ്ചവെക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാർഗങ്ങളും അന്വേഷിക്കേണ്ടതാണ്. തിരുമേനിയുടെ ജീവിതം എന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള മാരിഫത്ത് എങ്ങനെ ലഭിക്കും? അതിനായി ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉത്തരം എല്ലാ തഫ്സീറുകളിലും മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ച വ്യക്തിക്ക് നൽകിയതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തെയും ചര്യയെയും കുറിച്ച് ചോദിച്ചപ്പോൾ ഹസ്രത്ത് ആയിഷ ഉത്തരം നൽകി, നീ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ? ഏതൊന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിന്റെയും പ്രവൃത്തികളുടെയും വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഈ ഒരു മാരിഫത്താണ് ഒരു വിശ്വാസി നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി ഖുർആൻ പാരായണം ചെയ്യേണ്ടതും അതിനെ മനസ്സിലാക്കേണ്ടതും നിർബന്ധമാണ്. പിന്നീട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, ജലസയുടെ ലക്ഷ്യം ഇതാണ്, ആത്മീയതയിൽ പുരോഗതി നേടുക. മാരിഫത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അറിവിന്റെ പരിധിയിൽ മാത്രം ആ മാരിഫത്ത് പരിമിതപ്പെടരുത്, മറിച്ച് അതിനെ ആത്മീയതയിലും കർമ്മത്തിലും പുരോഗതി നേടാനുള്ള മാർഗമാക്കി മാറ്റേണ്ടതാണ്. ആത്മീയതയിൽ പുരോഗതി ഇല്ലെങ്കിൽ ജലസയിൽ പങ്കെടുക്കുക എന്നത് നിഷ്ഫലമുളവാക്കുന്നതാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, ജലസയുടെ ഒരു പ്രയോജനം ഇതാണ്, അതിനായി വരുന്ന ഓരോരുത്തരും അത് കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. അത് പരസ്പരമുള്ള പരിചയം പുതുക്കുക എന്നതാണ്. പരിചയം പുതുക്കി ഭൗതികരെ പോലെ താൽക്കാലികമായ ബന്ധം മാത്രമായി അത് അവസാനിക്കരുത്, മറിച്ച് ഓരോ അഹമ്മദിയും മറ്റൊരു അഹമ്മദിയുമായുള്ള സ്നേഹത്തിലും സാഹോദര്യത്തിലും ഊന്നിയ ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകേണ്ടതാണ്. ഈ ബന്ധത്തിൽ ഒരു കാര്യത്തിനും വിള്ളൽ സൃഷ്ടിക്കാൻ സാധിക്കാത്ത വിധം അത് ദൃഢവും ബലമുള്ളതുമായിരിക്കണം. അതിനെ തുണ്ടമാക്കുവാനും ഇടയുണ്ടാക്കരുത്. പിന്നീട് അവിടുന്ന് പറയുന്നു, തഖ്വയിൽ മുന്നേറുക, ഇത് ജലസയുടെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രാധാന്യമേറിയതാണ്. ഇതില്ലാതെ ഒരു വിശ്വാസി യഥാർത്ഥ മൂമിനാവുകയില്ല. തഖ്വ എന്നത് അറിവ് നേടിയെങ്കിൽ, ആത്മീയ നിലവാരം കരസ്ഥമാക്കിയെങ്കിൽ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹത്തിന്റെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്പര ബന്ധത്തിൽ മനോഹാരിത ഉണ്ടായെങ്കിൽ, അതിൽ എല്ലാം തന്നെ സ്ഥായിയായി നിലനിർത്തുക, അതിനെ നിലനിർത്തിപ്പോരുക, അതിനെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഈ കുറച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ജലസയ്ക്ക് പ്രാരംഭം കുറിച്ചത്. പറയുന്നു, എല്ലാ വർഷവും ആളുകൾ ഈ ലക്ഷ്യത്തിനായി കാദിയാനിൽ വന്നുകൊണ്ടിരിക്കുക. അത് എത്ര അനുഗ്രഹീത പൂർണമായ ജലസകളായിരുന്നു. അതിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം സ്വയം പങ്കെടുത്തുകൊണ്ട് നേരിട്ട് ജമാഅത്തിന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ജമാഅത്ത് അംഗങ്ങളുടെ ശിക്ഷണവും നിർവഹിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആത്മീയ ദാഹം ശമിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ മഹാത്മാവിന് ശേഷം ഈ കാര്യങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. നബിയുടെ സ്ഥാനം അദ്ദേഹത്തിനായി
പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചന പ്രകാരവും അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലും കൂടാതെ ഇസ്ലാമിന്റെ പുനഃസ്ഥാപനത്തിനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാസത്വത്തിന്റെ കീഴിൽ അള്ളാഹു അയച്ചതിന്റെ അടിസ്ഥാനത്തിലും തീർച്ചയായും അവിടുന്ന് ഒരു പ്രത്യേകമായ സ്ഥാനം കരസ്ഥമായിരുന്നു. എന്നാൽ ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതായത് അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് അറിവ് കരസ്ഥമാക്കി പറയുന്നു, അദ്ദേഹത്തിന് ശേഷം രണ്ടാം ശക്തിപ്രഭാവം സ്ഥാപിതമാകുന്നതാണ്. അത് ഖിലാഫത്തിന്റെ സംവിധാനമാണ്. അത് ആരംഭിച്ചതോടെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മിഷന്റെ പൂർത്തീകരണവും ഖിലാഫത്തിന്റെ സംവിധാനത്തിലൂടെ ആരംഭിക്കുകയും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജൽസയുടെ സംവിധാനം അതിന്റെ ഒരു കണ്ണിയാണ്. ഖാദിയാനിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വിയോഗത്തിന് ശേഷം ഖിലാഫത്തിന്റെ സംവിധാനവും നിലവിൽ വന്നു. ഖിലാഫത്തിന്റെ സാന്നിധ്യത്തിൽ ഏകദേശം 40 വർഷം വരെ ജലസ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഖിലാഫത്ത് പാകിസ്ഥാനിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം റബുവയിൽ ജലസ സംഘടിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ജമാഅത്ത് അന്തർദേശീയ തലത്തിൽ വിശാലത കൈവരിച്ചുകൊണ്ടേയിരുന്നു. ഈ ആഗോള മിഷൻ ഖാദിയാനിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. പ്രധാനമായും ആഫ്രിക്കയിൽ വളരെ ശക്തമായ ജമാഅത്തുകൾ നിലവിൽ വന്നു. എന്നാൽ കൂടുതൽ ദൃഢതയും വിശാലതയും എല്ലാ വരുന്ന ദിനങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും പാകിസ്ഥാന് പുറത്തുള്ള വിദേശ ജമാഅത്തുകളിലും സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ എന്നാൽ ശത്രുക്കൾ ജമാഅത്തിന്റെ ഈ പുരോഗതി കണ്ട് അഹമ്മദികൾക്കെതിരായി അത്യധികം ക്രൂരമായ നിയമം ഭരണകൂട മുഖേന നടപ്പിലാക്കി. അത് കാരണത്താൽ കാലത്തിന്റെ ഖലീഫയ്ക്ക് അവിടുന്ന് ഹിജ്റത്ത് ചെയ്യേണ്ടതായി വന്നു. അതോടൊപ്പം വലിയ സംഖ്യയിൽ അഹമ്മദികളും അവിടെ നിന്ന് ഹിജ്റത്ത് ചെയ്തു. ഖലീഫത്തുൽ മസീഹ് റാബി ലണ്ടനിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം ലണ്ടനിലെ ജലസയ്ക്ക് ഒരു പുതിയ മാറ്റം കൈവന്നു. വിശാലത നേടി. മറ്റു രാജ്യങ്ങളിലും ജലസയ്ക്ക് പുതിയ നിറം ചാർത്തപ്പെട്ടു. അതിൽ ദിവസേന പുരോഗതി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും ജലസയ്ക്ക് പുതിയ നിറമാണ്. ജലസയ്ക്ക് വേണ്ടി അഹമ്മദികളുടെ ഒരു വലിയ സംഖ്യ ഖാദിയാനിൽ പോവുകയെന്നത് ഇന്ന് സാധ്യമായ ഒരു കാര്യമല്ല. ഖലീഫ എവിടെയാണ് അവിടെ അഹമ്മദികളുടെ ഒരു വലിയ സംഖ്യ ജലസയ്ക്കായി വരിക എന്നതും സാധ്യമായ ഒരു കാര്യമല്ല. ലോകത്തെ എപ്രകാരമാണ് ജമാഅത്ത് വ്യാപിക്കുകയും അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും എവിടെയാണ് ജമാഅത്തുള്ളത് അവിടെയും ഈ രീതിയിൽ ഏതുപോലെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചുവോ അപ്രകാരം ജലസ സംഘടിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. വർഷത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യം അവിടുന്ന് നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും തർബിയത്തിന്റെ ലക്ഷ്യത്തോടെ ഒത്തുചേരാനും നിർദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിവരിച്ച ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാ വർഷവും നിങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒത്തുചേരുന്നു.
ഈ വർഷം പ്രത്യേകമായ നിലയിൽ ഇവിടെ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നതിനുള്ള കാരണം ജമാഅത്ത് ഇവിടെ സ്ഥാപിതമായിട്ട് 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ചിലർക്ക് ഇതിൽ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. എന്നാൽ ഏതെങ്കിലും ഒരു കണക്ക് വെക്കേണ്ടത് നിർബന്ധമാണ്. എപ്പോഴാണ് ജമാഅത്തിന്റെ രജിസ്ട്രേഷൻ നടന്നത്, അതിനെ കണക്കിലെടുത്ത് 50 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഒരുപക്ഷെ അഹമ്മദ് ഇവിടെ വന്നത് പറയപ്പെടുന്നത് 1909 ആദ്യ അഹമ്മദി ഇവിടെ എത്തിയെന്നാണ്. ഏതു തന്നെയായാലും ജമാഅത്ത് ഈ വർഷം ഈ രാജ്യത്ത് ജമാഅത്ത് സ്ഥാപിതമായതിന്റെ 50-ാം വർഷം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ കാരണത്താൽ പ്രത്യേകിച്ച് അമീർ സാഹിബ് എന്നെ സമ്മർദ്ദം ചെലുത്തി ഇവിടേക്ക് ക്ഷണിച്ചു. ജമാഅത്ത് കാനഡ 50-ാം വാർഷികം കണക്കിലെടുത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ജലസയും ഇക്കാരണത്താൽ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വന്നാലും ഞാൻ പറഞ്ഞതുപോലെ കാലത്തിന്റെ ഖലീഫയുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ ആളുകളും ഒരുപാട് വരുന്നു. ഈ വർഷം ഇത് കാരണം ഞാൻ വന്നതിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്നാൽ ഈ വർഷത്തിന് ഇവിടെ താമസിക്കുന്ന അഹമ്മദികളായ നിങ്ങൾ പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നു. എന്നാൽ എല്ലാ അഹമ്മദികളും ഓർക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കാനഡയിൽ വസിക്കുന്ന എല്ലാ അഹമ്മദികളും നമ്മൾ അഹമ്മദി ആയതിനു ശേഷം ചെയ്ത അനുസരണ പ്രതിജ്ഞ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമുമായി കൂട്ടിച്ചേർത്തതാണ്. അതിനെ പൂർത്തിയാക്കുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകമായ പ്രാധാന്യമുണ്ടാകുക. ഏത് പ്രതീക്ഷയാണ് അവിടുന്ന് നമ്മുടെ മേൽ വെച്ചിട്ടുള്ളത് അതിനെ പൂർണ്ണമായി നിറവേറ്റുക. അതല്ലെങ്കിൽ 50 വർഷമല്ല, അതിൽ കൂടുതൽ വർഷങ്ങളായാലും അതിൽ യാതൊരു മേന്മയും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ അവസ്ഥ കാരണത്താൽ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് അഹമ്മദികൾ ഹിജ്റത്ത് ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ കുടിയേറിപ്പാർത്തു. നിങ്ങൾ അധിക പേരും ഈ ഹിജ്റത്ത് കാരണത്താലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ മതസ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി ഹിജ്റത്ത് ചെയ്തവരാണ്. ഇവിടെയുള്ള ഭരണകൂടം നിങ്ങൾക്ക് ഇവിടെ പൗരത്വം നൽകിയതിന് ഒരു കാരണം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വസിക്കുന്ന എല്ലാ അഹമ്മദികളും അവർ ചെയ്യുന്ന ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞ ഓരോരുത്തരിലും ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇടുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഹിജ്റത്ത് ചെയ്തതെങ്കിൽ അതിനെ നേടിയെടുക്കുന്നതിനായി പരിശ്രമിക്കുക. തങ്ങളുടെ സന്താനങ്ങളോട് പറയുക, നാം പാകിസ്ഥാനിൽ നിന്ന് ഈ അവസ്ഥയിലാണ് വന്നത്, ഇവിടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. അത് നമ്മോട് ആവശ്യപ്പെടുന്നത് നാം അള്ളാഹുവിന്റെ യഥാർത്ഥ നന്ദിയുള്ള ദാസരായി മാറിക്കൊണ്ട് അവന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുക എന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അനുസരണ പ്രതിജ്ഞ ചെയ്ത സമയത്ത് നാം ചെയ്ത പ്രതിജ്ഞ അതിനെ പൂർത്തിയാക്കുക. അതിൽ ഒന്ന് ഇതുകൂടിയാണ്, ഞാൻ വിശുദ്ധ ഖുർആന്റെ ഭരണം പൂർണ്ണമായി തന്നിൽ നടപ്പാക്കുന്നതാണ്. ഏതൊരു സമഗ്രമായ ഭാവത്തോടുകൂടിയാണ് ഈ എല്ലാ കാര്യങ്ങളും അധ്യാപനങ്ങളും ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്, അതിനെ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. കാരണം ആ മഹാത്മാവിനേക്കാൾ ഉത്തമമായ നിലയിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കാര്യങ്ങളും വിചാരങ്ങളും മറ്റാരും തന്നെ
മനസ്സിലാക്കിയിട്ടില്ല. आप अलैहिस्सलाम ने ആ മഹാത്മാവ് ഏത് രീതിയിലാണ് മാർഗദർശനം നൽകിയത് അതിനെ അവലംബമാക്കിക്കൊണ്ട് दीनी अहकाम നാം और अल्लाह ताला के ദീനിന്റെ അധ്യാപനങ്ങളിലും मजीद गौर कर അള്ളാഹുവിന്റെ വചനങ്ങളിലും അധികമായി ചിന്തിച്ചാൽ और अपने നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും വിശ്വാസത്തിന് ദൃഢതയും നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. में बेशुमार नसाइफ ഇതിനെ അവലംബമാക്കി ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം നമുക്കൊരുപാട് ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു. इल्म और अमल में അത് അറിവിനെയും കർമ്മത്തെയും ദൃഢപ്പെടുത്തുന്നതിന് അത്യാവശ്യമാണ്. അവിടുന്ന് നമ്മിൽ നിന്ന് ബയ്യത്ത് हमारा एक വാങ്ങിയതിനു ശേഷം നമ്മുടെ ഒരു നിലവാരം കാണാൻ ആഗ്രഹിക്കുന്നു. मयार हासिल करने की ജലസയുടെ ലക്ഷ്യവും ഈ ഒരു നിലവാരം കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ്. हमेशा അതിനാൽ ഈ കാര്യത്തെ എപ്പോഴും എല്ലാ അഹമ്മദികളും മുന്നിൽ വെക്കേണ്ടതാണ്. ഈ സമയം ഒരുപക്ഷെ बाज लोग ചില ആളുകൾ तो आ गए लेकिन पूरी तवज्जो से ना सुन रहे हैं ജലസയിൽ വന്നിട്ടുണ്ടാവാം, എന്നാൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല. ചിലർ യാത്ര കാരണം ക്ഷീണം അനുഭവിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ആലസ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവാം. ഈ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വളരെ ശ്രദ്ധയോടെയും जो आवाज में ബോധത്തോടും तो कोशिश करें കേൾക്കുന്നതിന് ശ്രമിക്കുക. 40 मिनट അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് എന്നത് ആളുകൾ സഹിക്കുന്നതിന് അപ്പുറമായ വലിയൊരു കാര്യമൊന്നുമല്ല. और जलसे पर आने का मकसद तभी पूरा होगा जब आप ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുകയും तमाम बातें അതുപോലെ गौर से सुने എനിക്ക് ശേഷം और उन पर മറ്റ് പ്രഭാഷകർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴാണ് ജലസയിൽ വന്നതിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും ആത്മീയതയിൽ പുരോഗതി നേടാൻ ഉതകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. फिर उन्हें अपनी जिंदगियों का हिस्सा നൈമിഷികമായി മുദ്രാവാക്യം വിളിക്കുന്നതിൽ മാത്രം ആവേശം കാണിക്കരുത്. मैं चंद बातें जैसा कि मैंने कहा മറിച്ച് പിന്നീട് അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളിൽ വിവരിക്കുന്നതാണ്. അതുമൂലം അവിടുന്ന് വാക്കുകൾ നേരിട്ട് കാതുകളിൽ പതിക്കുകയും ബുദ്ധിയിലും ഹൃദയത്തിലും അവതരിക്കുകയും ചെയ്യുന്നത് മൂലം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആത്മീയ പുരോഗതി നമ്മിലുണ്ടാവുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, ഞാൻ പലതവണ ജമാഅത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എന്റെ इस बैत पर ही भरोसा न करना इसकी ഈ ബയ്യത്തിൽ മാത്രമായി പ്രതീക്ഷ അർപ്പിക്കരുത്. ഇതിന്റെ യഥാർത്ഥ വസ്തുത വരെ तब तक ഏതുവരെ എത്തുന്നില്ലയോ അതുവരെ മോശം ലഭിക്കുകയില്ല. वाला പറയുന്നു, പുറന്തോടുമായി സഞ്ചരിക്കുന്നവൻ അകക്കാമ്പ് നഷ്ടപ്പെടുത്തി കളയുന്നവനാണ്. അതായത് എനിക്ക് या खौल मिल गया പഴത്തിന്റെ പുറത്തോട് അല്ലെങ്കിൽ തൊലി ലഭിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കുക എന്നത് असल फल से तो तुम्हारा യാതൊരു പ്രയോജനവും നൽകിയില്ല. യഥാർത്ഥ ഫലം അവർക്ക് നഷ്ടമാകുന്നതാണ്. अक्लमंद वही है जो फल हासिल करने की कोशिश करे ഫലം ലഭിക്കുന്നതിനായി പരിശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ, അതല്ലാതെ फिर आपने പുറന്തോട് ലഭിക്കുന്നതിനായി പരിശ്രമിക്കുന്നവനല്ല. പിന്നീട് അവിടുന്ന് പറയുന്നു, मुरीद आमल नहीं ശിഷ്യൻ भी उसे कुछ फायदा പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ यानी अगर बैत में आए हो ഗുരുവിന്റെ പാണ്ഡിത്യം അവന് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. അതായത് ബയ്യത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ കർമ്മമണ്ഡലം ശരിയാക്കുന്നില്ല എങ്കിൽ ഞാൻ को मानना है അംഗീകരിച്ചയാൾ वो अल्लाह ताला का അള്ളാഹുവിന്റെ പ്രിയദാസനാണ് എന്നതിൽ മാത്രം സന്തോഷിക്കുകയാണെങ്കിൽ अपनी जगह അള്ളാഹുവിന്റെ പ്രിയദാസന്റെ മാഹാത്മ്യം അതിന്റെ സ്ഥാനത്ത് സത്യമായിരിക്കും, ശരിയുമായിരിക്കും. എന്നാൽ അത് അംഗീകരിക്കുന്ന ആൾക്ക് ആ മഹാത്മാവിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നത് അവന്റെ പ്രവൃത്തിയും ആ മഹാത്മാവിന്റെ കർമ്മത്തോട് സാമ്യത പുലർത്തുമ്പോഴാണ്. അദ്ദേഹത്തെ അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം. അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും വൈദ്യൻ ആർക്കെങ്കിലും കുറുപ്പടി നൽകുമ്പോൾ रख दे तो उसे हरगिज फायदा नहीं होगा അവൻ ആ കുറുപ്പടി മാറ്റിവെക്കുകയും ചെയ്താൽ ഒരിക്കലും അത് പ്രയോജനം നൽകുന്നതല്ല.
കാരണം പ്രയോജനം അതിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ലഭിക്കുക. അതായത് കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മരുന്ന് തയ്യാറാക്കുകയോ വാങ്ങിക്കുകയോ ചെയ്ത് അത് ഉപയോഗിക്കുമ്പോഴാണ് പ്രയോജനമുണ്ടാവുക. പറയുന്നു, അവൻ സ്വയം അതിനെ പാഴാക്കി കളഞ്ഞവനാണ്. അതായത് കുറിപ്പടി വാങ്ങി എന്നാൽ അതിൽ പ്രവർത്തിക്കാതെ ഉപയോഗിക്കാതെ സ്വയം അതിനെ പാഴാക്കി കളഞ്ഞു. പറയുന്നു, കിഷ്തി നൂഇനെ ഒരുപാട് തവണ വായിക്കുക, അതനുസരിച്ച് സ്വയം തയ്യാറാകുക. പിന്നീട് അവിടുന്ന് പറയുന്നു, ഖദ് അഫ്അല മൻ സക്കാഹ, തീർച്ചയായും തഖ്വ ഉണ്ടാക്കിയവൻ വിജയം കൈവരിക്കുന്നതാണ്. പറയുന്നു, ആയിരക്കണക്കിന് മോഷ്ടാക്കൾ, വ്യഭിചാരികൾ, അന്യായം പ്രവർത്തിക്കുന്നവർ, മദ്യപാനികൾ, നീചന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുയായി എന്ന വാദം ഉന്നയിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളിൽ പരിപൂർണമായും ബന്ധിപ്പിക്കപ്പെടുന്നവനാണ് അവിടുന്നിന്റെ ഉമ്മത്തിൽപ്പെട്ടവർ. മറ്റൊരവസരത്തിൽ ബയ്യത്തിന്റെ നിലവാരത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഇതുപോലെ ബയ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദമുന്നയിക്കുന്നവർ അതിനെ തുലനം ചെയ്യേണ്ടതാണ്. ഞാൻ വെറും പുറന്തോട് മാത്രമാണോ അതോ കാമ്പാണോ? ഏതുവരെ അകക്കാമ്പുണ്ടാകുന്നില്ലയോ അതുവരെ വിശ്വാസം, സ്നേഹം, അനുസരണം, ബൈഅത്ത്, നിശ്ചയം, ശിഷ്യത്വം, ഇസ്ലാമിന്റെ അനുയായി എന്ന വാദം എന്നിവയെല്ലാം സത്യമായ വാദമായിരിക്കുകയില്ല. ഓർക്കുക, ഇത് സത്യമായ വസ്തുതയാണ്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ അകക്കാമ്പില്ലാത്ത പുറന്തോടിന് യാതൊരു മൂല്യമുണ്ടാകുന്നതല്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക, മരണം എപ്പോഴാണ് വരിക എന്നറിയില്ല. എന്നാൽ മരണം സംഭവിക്കുമെന്നത് സുനിശ്ചിതമായ കാര്യമാണ്. എന്റെ വാദത്തിൽ മാത്രം ഒരിക്കലും തൃപ്തി അടങ്ങുകയോ സന്തോഷിക്കുകയോ ചെയ്യരുത്. ഏതുവരെ മനുഷ്യൻ തന്റെ ഉള്ളിൽ ഒരുപാട് മരണം വരിക്കുന്നില്ലയോ അതുവരെ ഇത് ഒരിക്കലും പ്രയോജനം ചെയ്യുന്നതല്ല. അതുപോലെ ഒരുപാട് മാറ്റത്തിനും വിപ്ലവത്തിനും വിധേയമായി പുറത്തു വരുന്നില്ലയോ മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പ്രാപിക്കുകയില്ല. ഈ മരണം എന്താണ്? ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുക എന്നതാണ്. ലോകത്തിന്റെ ഈ ഭൗതിക ചൂടിൽ അടിവെച്ച് പ്രത്യേകമായും ഈ രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി ഭൗതിക സാധനങ്ങൾ തയ്യാറാക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുക. അവിടുന്ന് പിന്നീട് പറയുന്നു, ലോകത്തിന്റെ അവസ്ഥ നോക്കുക. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് കർമ്മത്തിലൂടെ കാണിച്ചു തന്നു. ലോകത്ത് ഇന്ന് മുസ്ലിങ്ങളുണ്ട്. അവരോട് നീ മുസ്ലിമാണോ എന്ന് പറയപ്പെട്ടാൽ പറയും അൽഹംദുലില്ലാ. ആരുടെ കലിമയാണ് ഉച്ചരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇവർ ഈ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിന് വേണ്ടിയാണ് മരിക്കുന്നത്. അങ്ങനെ അന്ത്യശ്വാസം വലിക്കുമ്പോഴും അവസാന സമയത്തുന്നതുവരെ, ശ്വാസം വിട്ടകലുന്നതുവരെ അങ്ങനെ തന്നെ അവർ ചെയ്യുന്നു. പറയുന്നു, സന്തോഷിക്കുക എന്നത് വിവേകികളുടെ ജോലിയല്ല. ഏതോ ഒരു യഹൂദിയോട് ഒരു മുസ്ലിം പറഞ്ഞു, നീ മുസ്ലിം ആകുക. അപ്പോൾ അയാൾ പറഞ്ഞു, വെറും പേരിൽ മാത്രം നീ മുസ്ലിമാണ് എന്നതിൽ സന്തോഷിക്കാതെ. യഹൂദി അവനോട് പറഞ്ഞു, ഞാൻ എന്റെ മകന്റെ പേര് ഖാലിദ് എന്ന് വെച്ചിരുന്നു. വൈകുന്നേരത്തിന് മുമ്പായി അവനെ കബറടക്കി വരികയാണ്. ഖാലിദ് എന്ന പേര് വെച്ചതുകൊണ്ട് അവന് നീണ്ട ജീവിതം ലഭിച്ചില്ല, ആയുസിന് ദീർഘമുണ്ടായില്ല. വൈകുന്നേരമായപ്പോൾ തന്നെ ആ കുട്ടി വഫാത്താകുകയും കബറടക്കം നടത്തുകയും ചെയ്യുന്നു. പറയുന്നു, യഥാർത്ഥ വസ്തുത അന്വേഷിക്കുക. എന്റെ പേരിൽ മാത്രം തൃപ്തി അടങ്ങരുത്. മനുഷ്യൻ ഉന്നതമായ ഒരു പ്രവാചകന്റെ അനുയായി എന്ന് പറഞ്ഞുകൊണ്ട് കാഫിറിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ എത്രമാത്രം ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമാണ്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക കാണിക്കുക, ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഒരിക്കൽ ഏതാനും വ്യക്തികൾ അങ്ങയുടെ സമക്ഷത്തിൽ ഹാജരായി. പിന്നീട് ബൈഅത്തും ചെയ്തു. ബൈഅത്തിനു ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അല്പം ഉപദേശിച്ചു. അവിടുന്ന് പറഞ്ഞു, ഒരാൾ ബൈഅത്ത് ചെയ്ത് ഈ പ്രസ്ഥാനം സത്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. വിശ്വസിക്കുന്നതുകൊണ്ട് അയാൾക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല. പറഞ്ഞു, നന്മയുള്ളവരായി തീരുക, മുത്തഖീങ്ങളായി തീരുക, ഈ സമയം ദുആയിൽ കഴിച്ചുകൂട്ടുക. അവിടുന്ന് കൂടുതൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈമാനോടൊപ്പം അമലെ സാലിഹയും വെച്ചിട്ടുണ്ട്. അമലെ സാലിഹ എന്ന് പറയുന്നത് ഏതൊന്നിലാണോ ഒരു കണിക പോലും കുഴപ്പം ഇല്ലാത്തത് അത്തരം കർമ്മങ്ങളെയാണ്. ഓർത്തുകൊള്ളുക, മനുഷ്യന്റെ കർമ്മങ്ങളിൽ എപ്പോഴും മോഷണം നടക്കാറുണ്ട്. അതെന്താണ്? പ്രകടനാത്മകത, അതായത് മനുഷ്യൻ കാണിച്ചു കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത്. താൻ പോരിമ കർമ്മം ചെയ്ത് സ്വയം അയാൾ സന്തോഷിക്കുന്നു, ഞാൻ വലിയ ഒരു നന്മ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വിവിധ തരത്തിലുള്ള തിന്മകളും പാപങ്ങളും അയാളിൽ നിന്ന് ഉണ്ടാകുന്നു. അത് മുഖേന കർമ്മങ്ങൾ പാഴായിപ്പോകുന്നു. അമലെ സാലിഹ എന്ന് പറയുന്നത് ഏതൊന്നിലാണോ അക്രമവും താൻ പോരിമയും പ്രകടനാത്മകതയും അഹങ്കാരവും മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ചിന്ത പോലും ഇല്ലാത്തത്, അതിനെയാണ് പറയുന്നു. ഏതുപോലെ ആഖിറത്തിൽ മനുഷ്യൻ അമലെ സാലിഹയിൽ നിന്ന് രക്ഷപ്പെടുമോ അതുപോലെ ഈ ലോകത്തു നിന്നും രക്ഷപ്പെടുന്നു. മുഴുവൻ വീട്ടിലും സൽക്കർമ്മകാരിയായ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവൻ വീടും രക്ഷപ്പെടുന്നതായിരിക്കും. നിങ്ങളിൽ ഏതുവരെ സൽക്കർമ്മം ഇല്ലയോ അതുവരെ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ചികിത്സകൻ ഒരു മരുന്ന് എഴുതി നൽകുന്നു. അതിനർത്ഥം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ വാങ്ങി കഴിക്കണം എന്നുള്ളതാണ്. അഥവാ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, മരുന്ന് എഴുതിയത് അതുപോലെ വെക്കുകയാണ് എങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? പറയുന്നു, ഇപ്പോൾ നിങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു, ഇനി ഭാവിയിൽ അള്ളാഹു കാണാൻ ആഗ്രഹിക്കുന്നു. ഈ തൗബ കൊണ്ട് നിങ്ങൾ എത്രമാത്രം ശുദ്ധരായി. ഈ കാലഘട്ടം അള്ളാഹു തഖ്വ മുഖേന വ്യതിരിക്തത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്നവരാണ്, തങ്ങളുടെ നഫ്സിനെ കുറിച്ച് നോക്കാറില്ല. മനുഷ്യന്റെ നഫ്സിന്റെ അക്രമം തന്നെയാണ് കാര്യം. അതല്ല എങ്കിൽ അള്ളാഹു കാരുണ്യവാനും ബഹുവന്യനുമാണ്. മനുഷ്യന് ചില നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ അത് തന്റെ നഫ്സ് കാരണം ആണ് ഉണ്ടാകുന്നത്. തന്റെ നഫ്സിനോടാണ് അക്രമം ചെയ്യുന്നത്. അള്ളാഹു ഒരിക്കലും അക്രമം ചെയ്യുകയില്ല. അവൻ വലിയ റഹീമും കരീമുമാണ്. പറയുന്നു, ചില ആളുകളുണ്ട്, അവർക്ക് തിന്മയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. ചിലരുണ്ട്, അവർക്ക് തിന്മയെക്കുറിച്ചുള്ള അറിവ് പോലും ഉണ്ടായിരിക്കില്ല. ഇത്രയധികം അവർ അതിനടിമപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു എല്ലായ്പ്പോഴേക്കും ഇസ്തിഗ്ഫാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്തിഗ്ഫാർ വളരെയധികം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ജൽസയുടെ അന്തരീക്ഷം തന്നെ ദുആയുടേതാണ്. സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം ഇസ്തിഗ്ഫാറും വളരെയധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. പറയുന്നു, മനുഷ്യൻ എല്ലാ പാപങ്ങൾക്കും, അത് ആന്തരികമാകട്ടെ ബാഹ്യമാവട്ടെ, അയാൾക്ക് അറിവുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, കൈ, നാവ്, കാൽ, മൂക്ക്, കണ്ണ് മുതലായ എല്ലാത്തിൽ നിന്നുള്ള പാപങ്ങളിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാലത്ത് ആദം അലൈഹി ഇസ്ലാമിന് ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ ജീവനോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അഥവാ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയോ ഞങ്ങളിൽ കരുണ ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ ഞങ്ങൾ നഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടും. പറയുന്നു, ഈ ദുആ ആദ്യം തന്നെ സ്വീകരിക്കപ്പെട്ടതാണ്. ഈ ദുആ അള്ളാഹു പഠിപ്പിച്ചപ്പോൾ തന്നെ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അശ്രദ്ധ കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുക. ഈ ദുആ പഠിപ്പിച്ചു തന്നു തന്നെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഗൗരവത്തോടുകൂടി ഈ ദുആ ചെയ്യേണ്ടതാണ്. പറയുന്നു, അശ്രദ്ധ കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുക. ഏതൊരാളാണോ അശ്രദ്ധനായി ജീവിതം നയിക്കുന്നത് അയാൾ ഒരിക്കലും തന്നെ ശക്തിക്ക് അതീതമായ ഒരു പരീക്ഷണത്തിൽ അകപ്പെടും എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല.
जो शख्स गफलत से जिंदगी नहीं गुजारता हरगिज उम्मीद नहीं कि वो किसी फौकत ताकत बला में मुब्तला हो। അശ്രദ്ധയിലൂടെ ജീവിതം കഴിച്ചുകൂട്ടുന്നില്ല എങ്കിൽ ഒരു വിധത്തിലുള്ള പരീക്ഷണത്തിലും അകപ്പെടുകയില്ല. ഒരു പരീക്ഷണവും അള്ളാഹുവിന്റെ ഇംഗിതം ഇല്ലാതെ വരുന്നതല്ല. പറയുന്നു, ഏതുപോലെ എനിക്ക് ദുആ ഇൽഹാമുണ്ടായി, റബ്ബി കുല്ലു ഷൈഇൻ ഖാദിമുക റബ്ബി ഫഅഫദ്നി വൻസുർനി വർഹംനി. ഈ ദുആയും വളരെയധികം ചൊല്ലേണ്ടതാണ്. ഒരവസരത്തിൽ ഒരു സദസ്സിൽ ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് പറഞ്ഞു, ഹുസൂർ, പരസ്പരമുള്ള ഐക്യത്തെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും എന്തെങ്കിലും പറഞ്ഞാലും. അപ്പോൾ അവിടുന്ന് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അതിന്റെ കുറിച്ച് ഭാഗം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. പറയുന്നു, ഞാൻ 2 കാര്യങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമതായി അള്ളാഹുവിന്റെ തൗഹീദ് സ്വായത്തമാക്കുക. രണ്ടാമത്തേത് പരസ്പരം സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുക. അന്യരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ മാതൃക കാണിക്കുക. ഈ ഒരു തെളിവാണ് സഹാബാക്കളിൽ ഉണ്ടായിരുന്നത്. കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ഓർത്തുകൊള്ളുക, സ്നേഹബന്ധം എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ്. ഓർത്തുകൊള്ളുക, ഏതുവരെ നിങ്ങളിൽ എല്ലാവരും ഏതൊന്നാണോ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ലയോ, അതുവരെ അയാൾ എന്റെ ജമാഅത്തിൽപ്പെട്ടവനല്ല. ഓർത്തുകൊള്ളുക, വിദ്വേഷം വിട പറയുന്നത് മഹ്ദിയുടെ അടയാളമാണ്. ആ അടയാളം പൂർത്തിയാവുകയില്ലേ? അതായത് മഹ്ദി വരുന്നതിലൂടെ പരസ്പരമുള്ള വിദ്വേഷവും അസൂയയും ഇല്ലാതാകും എന്ന് പറയുന്നു. അത് പൂർത്തിയാവുകയില്ലേ? തീർച്ചയായും പൂർത്തിയാകും. നിങ്ങൾ എന്തുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നില്ല? ഏതുപോലെ ചികിത്സയുടെ ഒരു നിയമമാണ്, ഏതുവരെ ചില രോഗങ്ങളെ പൂർണ്ണമായും പിഴുതെറിയുന്നില്ലയോ അതുവരെ രോഗം ഭേദമാവുകയില്ല. എന്റെ അസ്തിത്വം മുഖേന ഒരു സാലിഹായ ജമാഅത്ത് ജന്മമെടുക്കും. പരസ്പരമുള്ള ശത്രുതക്കുള്ള കാരണം എന്താണ്? വിദ്വേഷവും വെറുപ്പും താൻ പോരിമയുമാണ്. പറയുന്നു, ആർക്കാണോ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്, ഈ ജമാഅത്ത് ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഉണ്ടാകും. ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ വലിയ മുഖ്ലിസീങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ആർക്കാണോ തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്, പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കാത്തത്, അവർ ഓർത്തുകൊള്ളുക, അവരേതാനും ദിവസത്തേക്കുള്ള അതിഥികളാണ്. ഏതുവരെ നല്ല മാതൃക കാണിക്കുന്നില്ലയോ, ഞാൻ ആരെങ്കിലും കാരണം എന്റെ മേൽ ഈ ആരോപണം ഏൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരാളാണോ എന്റെ ജമാഅത്തിൽ ആയിക്കൊണ്ട് എന്റെ ഉദ്ദേശത്തിന് അനുസൃതമായി അല്ലാത്തത്, അയാൾ ഒരു ഉണങ്ങിയ ശാഖയാണ്. അതിനെ തോട്ടക്കാരൻ മുറിച്ചു കളയുകയല്ലാതെ മറ്റെന്തു ചെയ്യാനാണ്? ഉണങ്ങിയ ശാഖ മറ്റു ശാഖകളോടൊപ്പം നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു, എന്നാൽ അതിന് പച്ചളിപ്പുണ്ടാക്കാൻ സാധിക്കുകയില്ല. എന്നല്ല, ആ ശാഖ മറ്റുള്ളതിനെയും നശിപ്പിക്കും. അതുകൊണ്ട് ഭയപ്പെടുക. തന്റെ ചികിത്സ നടത്താത്തവൻ എന്നോടൊപ്പം നിലനിൽക്കുകയില്ല. പരസ്പരമുള്ള നീരസം വർദ്ധിപ്പിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയപ്പെടേണ്ട ഒരു സ്ഥാനമാണ്. നാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ പരിഷ്കരണത്തിനു വേണ്ടി വന്ന ആളെ വിശ്വസിച്ചപ്പോൾ പിന്നീട് നാം അതിനുവേണ്ടി പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതിന്റെയും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെയും ആവശ്യമുണ്ട്. മനുഷ്യത്വത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യത്വം എന്താണ്, മനുഷ്യന്റെ നിലവാരം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു മുഅ്മിൻ എപ്രകാരമായിരിക്കണം, ഇതിനെല്ലാം കുറിച്ച് അവിടുന്ന് പറയുന്നു, ഇൻസാൻ, അതായത് മനുഷ്യൻ എന്നുള്ളത് ഉൻസാൻ എന്നതിൽ നിന്നാണ് പ്രയുക്തമായിരിക്കുന്നത്. അതായത് ആരിലാണോ യഥാർത്ഥത്തിലുള്ള 2 സ്നേഹം കുടികൊള്ളുന്നത്, ബന്ധമുള്ളത്, ഒന്ന് അല്ലാഹുമായിട്ടുള്ളത്, രണ്ടാമത്തേത് മനുഷ്യ സമൂഹവുമായിട്ടുള്ള സഹാനുഭൂതി. ഈ 2 സ്നേഹവും അവനിൽ ഉണ്ടായാൽ അപ്പോഴായിരിക്കും ഇൻസാൻ അഥവാ മനുഷ്യൻ എന്ന് പറയപ്പെടുക. ഈ ഒരു കാര്യം തന്നെയാണ് മനുഷ്യന്റെ കഴമ്പ് എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യത്വത്തിന്റെ ആകെത്തുക. 2 ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് അല്ലാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക, മറ്റൊന്ന് പരസ്പരമുള്ള കടമകൾ നിറവേറ്റുക. പറയുന്നു, ഈ സ്ഥാനത്തിലാണ് മനുഷ്യനെ കുറിച്ച് ഉലിൽ അൽബാബ് എന്ന് പറയപ്പെടുന്നത്. ഏതുവരെ ഇതില്ലയോ അതുവരെ ഒന്നും തന്നെയില്ല. 1000 വാദം ഉന്നയിച്ചാലും ശരി, അള്ളാഹുവിന്റെയും അവന്റെ നബിയുടെയും അവന്റെ മലക്കുകളുടെയും മുമ്പിൽ അതിനെല്ലാം തന്നെ ഒരു വിലയും ഇല്ല. പിന്നീട് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട്
അള്ളാഹു ലോകത്തിലെ ജോലികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും തടയുന്നില്ല എന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു. എന്നല്ല കൽപ്പന നൽകുന്നു, അലസരായിരിക്കരുത്, ജോലി ചെയ്യണം. എന്നാൽ ലക്ഷ്യം ഭൗതികത ആയിരിക്കരുത്, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം. ഇതെപ്പോഴും മുന്നിൽ ഉണ്ടായിരിക്കണം. ലോകത്തിലെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ തന്നെ ആഖിറത്തിലെ നന്മകൾ കരസ്ഥമാക്കുന്നതിനു വേണ്ടിയുള്ള പൂർണ്ണമായ ശ്രമത്തിന്റെ ആവശ്യവുമുണ്ട്. ഈ വിഷയം വിവരിച്ചുകൊണ്ട് ഒരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഈ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. ഇതിലും ദുനിയാവിനെയാണ് മുന്തിച്ചിരിക്കുന്നത്. എന്നാൽ ഏതു ദുനിയാവിനെ? ഹസനത്തു ദുനിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊന്നാണോ ആഖിറത്തിൽ നന്മകൾക്ക് കാരണമായി തീരുന്നത്. ഈ ദുആ പഠിപ്പിച്ചു തന്നതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, വിശ്വാസി ഭൗതിക ലോകത്തിലെ നന്മകൾ കരസ്ഥമാക്കുന്നതിൽ ആഖിറത്തിലെ നന്മകളെ പരിഗണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹസനത്ത ദുനിയ എന്ന വാക്കിൽ ഭൗതികത കരസ്ഥമാക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഉന്നത മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഏതൊന്നാണോ ഒരു വിശ്വാസിയായ മുസ്ലിം ഭൗതികത കരസ്ഥമാക്കാൻ വേണ്ടി അവലംബിക്കേണ്ടത്, ഭൗതികതയായ എല്ലാ മാർഗങ്ങളുടെയും സ്വായത്തമാക്കുക. ഏതൊന്നിലൂടെയാണോ എല്ലാവിധത്തിലുള്ള നന്മയും ശ്രേഷ്ഠതയും ഉണ്ടാകുന്നത്. ഭൗതികത കരസ്ഥമാക്കുക എന്നത് വിരോധിക്കപ്പെട്ടതല്ല. എന്നാൽ ഈ മാർഗത്തിലൂടെ കരസ്ഥമാക്കുക ഏതൊന്നിലാണോ നന്മയും ശ്രേഷ്ഠതയും ഉള്ളത്, മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടോ മറ്റുള്ളവരുടെ അവകാശം ധ്വംസിച്ചുകൊണ്ടോ അല്ല, മറ്റുള്ളവരുടെ ധനം പിടിച്ചടക്കിക്കൊണ്ടല്ല, മറ്റേതെങ്കിലും മനുഷ്യരുടെ ബുദ്ധിമുട്ടിന് കാരണമായ മാർഗം അല്ല അവലംബിക്കേണ്ടത്. വർഗത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ലജ്ജക്കോ ന്യൂനതക്കോ കാരണമായിക്കൊണ്ടായിരിക്കരുത്. അത്തരത്തിലുള്ള ഭൗതികത ആഖിറത്തിലെ നന്മകൾക്ക് കാരണമായിരിക്കും. നിങ്ങൾ അത്തരത്തിൽ അഭിവൃദ്ധി കരസ്ഥമാക്കുന്നത് ഈ ഭൗതികത ആഖിറത്തിന്റെയും അഭിവൃദ്ധിക്ക് കാരണമാകും. അക്കാരണത്താൽ ഭൗതിക കരസ്ഥമാക്കുന്നവർ പിന്നീട് അള്ളാഹുവിനു വേണ്ടി, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി ചിലവ് ചെയ്യുന്നവരും ആയിരിക്കും. വീണ്ടും പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ നമ്മുടെ അധ്യാപനങ്ങളെ പ്രവർത്തന രൂപരേഖയാക്കുന്നവർ മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. തങ്ങളുടെ കഴിവും ശക്തിയും അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. എന്നാൽ ആരാണോ കേവലം പേര് മാത്രം വെച്ചുകൊണ്ട് അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തത്, അവർ ഓർത്തുകൊള്ളട്ടെ, അള്ളാഹു ജമാഅത്തിനെ പ്രത്യേക ജമാഅത്താക്കാൻ ഉദ്ദേശിക്കുന്നു. ജമാഅത്തിലുള്ള ഓരോ ആളും കേവലം പേരെഴുതികൊണ്ട് മാത്രം ജമാഅത്തിലാവുകയില്ല. അതായത് യഥാർത്ഥത്തിൽ അഥവാ ജമാഅത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ആ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പറയുന്നു, കേവലം പേരെഴുതിയത് കൊണ്ട് മാത്രം ജമാഅത്തിൽ ആവുകയില്ല. അവർ വിട്ടുമാറുന്ന ഏതെങ്കിലും ഒരു സമയം അവരിൽ വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാധ്യമാകുന്നിടത്തോളം തങ്ങളുടെ കർമ്മങ്ങളെ നൽകപ്പെടുന്ന അധ്യാപനങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റുക. കർമ്മങ്ങൾ ചിറകുകൾ പോലെയാണ്. കർമ്മങ്ങൾ ഇല്ലാതെ മനുഷ്യന് ആത്മീയ സ്ഥാനങ്ങളിലേക്ക് പറന്നുപോകാൻ സാധിക്കുകയില്ല. ഏതുപോലെ പക്ഷികൾ ചിറകുകൊണ്ട് പറക്കുന്നുവോ അതുപോലെയാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ. അതാണ് അവരെ ആത്മീയമായ നിലയിൽ പറത്തുന്നത്. അതിനു കീഴിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ആ ഉന്നത ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. പക്ഷികൾക്ക് ഒരു മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. അഥവാ അവർ ആ മനസ്സിലാക്കാനുള്ള ശക്തി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് മുഖേന ഉണ്ടാകേണ്ട പ്രവൃത്തി ഉണ്ടാവുകയില്ല. ഉദാഹരണമായി, തേനീച്ചകളിൽ മനസ്സിലാക്കാനുള്ള ശക്തിയില്ല എങ്കിൽ അവർക്ക് തേൻ ഊറ്റാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പ്രാവുകളെ ഇണക്കുന്ന വ്യക്തി, പ്രാവുകൾ ഒരു കത്ത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അയാൾക്ക് അവരുടെ മനസ്സിലാക്കാനുള്ള ശക്തി എത്രമാത്രം ഉപയോഗിക്കേണ്ടതായി വരുന്നു. എപ്രകാരമാണ് വിദൂര പ്രദേശങ്ങളിലെ കത്തുകൾ അവർ വിദൂര പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ അവർ താണ്ടുന്നത്. പഴയകാലത്ത് ഇങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് സന്ദേശം എത്തിക്കുന്നു. ഇതുപോലെ പക്ഷികളെ കൊണ്ട് അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നു. മനുഷ്യൻ തന്റെ ഗ്രാഹ്യശക്തി ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ചിന്തിക്കുക, താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചുള്ളതും കീഴിലുള്ളതും അവന്റെ പ്രീതിയിൽ അധിഷ്ഠിതമായതുമാണോ അതോ അല്ലേ? എല്ലാ പ്രവർത്തികൾക്കും മുമ്പ് ഇപ്രകാരം ചിന്തിക്കേണ്ടതാണ്: ആ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ദീൻ അനുവാദം നൽകുന്നുണ്ടോ? അള്ളാഹു അനുവാദം നൽകുന്നുണ്ടോ? ഇത് അനുവദനീയമായതാണോ അതോ അല്ലേ? അല്ലാതെ
ഭൗതികത കരസ്ഥമാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എല്ലാവിധത്തിലുള്ള അനുവദനീയമല്ലാത്ത മാർഗങ്ങളും അവലംബിക്കുക എന്നതല്ല. ഇത് കാണുകയും ഗ്രാഹ്യശക്തി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും നിർബന്ധമാണ്. അന്ധതയും അലസതയും മടിയും കാണിക്കരുത്. അധ്യാപനങ്ങൾ ശരിയാണോ എന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. അധ്യാപനങ്ങൾ ശരിയായിരിക്കും, എന്നാൽ മനുഷ്യൻ തന്റെ അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുഴപ്പമുണ്ടാക്കൽ കൊണ്ടോ തെറ്റായ വിവരണം കൊണ്ടോ വഞ്ചനയിൽ അകപ്പെടുന്നു. അതുകൊണ്ട് നിഷ്പക്ഷമായ നിലയിൽ അന്വേഷിക്കേണ്ടതാണ്. തഖ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മെ നിയോഗിച്ചിരിക്കുന്ന കാര്യം ഇതാണ്: തഖ്വയുടെ മൈതാനം ശൂന്യമാണ്. തഖ്വ ഉണ്ടാകേണ്ടതാണ്, അല്ലാതെ വാളെടുക്കുന്നതല്ല. അത് ഹറാമാണ്. അഥവാ നിങ്ങൾ തഖ്വ ഉള്ളവരാണ് എങ്കിൽ മുഴുവൻ ലോകവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തഖ്വ ഉണ്ടാക്കുക. ഏതൊരു കൂട്ടരാണ് മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മതത്തിന്റെ ചിഹ്നങ്ങളാണോ മദ്യം വലിയ ഭാഗമായിട്ടുള്ളത്, അവർക്ക് തഖ്വയുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അവർ നന്മയോട് യുദ്ധം ചെയ്യുകയാണ്. അഥവാ അള്ളാഹു നമ്മുടെ ജമാഅത്തിന് അത്തരം സൗഭാഗ്യവാന്മാരെ നൽകിയാൽ, അവർക്ക് തൗഫീക്ക് നൽകിയാൽ, അവർ തിന്മയോട് യുദ്ധം ചെയ്യുന്നവരാണ് എങ്കിൽ തഖ്വയും വിശുദ്ധിയുടെയും മൈതാനത്ത് പുരോഗതി കൈവരിച്ചാൽ അത് തന്നെയാണ് വലിയ വിജയം. ഇതിൽ കൂടുതലായി മറ്റൊരു കാര്യവും സ്വാധീനം ചെലുത്തുകയില്ല. ഇപ്പോൾ മുഴുവൻ ലോകത്തിലെയും മതങ്ങളെ നോക്കുക. യഥാർത്ഥ കാര്യം തഖ്വയില്ല എന്നതാണ്. ഭൗതിക ശ്രേഷ്ഠതകളെ ദൈവമാക്കി വച്ചിരിക്കുന്നു. യഥാർത്ഥ ദൈവം മറഞ്ഞുപോയിരിക്കുന്നു. യഥാർത്ഥ ദൈവത്തെ അവഹേളിക്കുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്നത് അവനെ വിശ്വസിക്കണമെന്നാണ്. ലോകം അവനെ തിരിച്ചറിയണമെന്നാണ്. ആരാണോ ഭൗതികതയെ ദൈവമായി മനസ്സിലാക്കുന്നു, അവർ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരല്ല. പറയുന്നു, അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ വരാനിരിക്കുന്നു. വലിയ താക്കീതാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അവൻ പരിശുദ്ധരിലും അവിശുദ്ധരിലും ഒരു വലിയ വ്യതിരിക്തത ഉണ്ടാക്കാൻ പോകുകയാണ്. അവൻ നിങ്ങൾക്ക് ഫുർഖാൻ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിധത്തിലുള്ള വ്യത്യാസവും അവശേഷിച്ചിട്ടില്ല എന്ന് അവൻ കാണുമ്പോൾ ഒരാൾ ബയ്യത്തിൽ ഏറ്റുപറയുന്നു, ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകും, എന്നാൽ തങ്ങളുടെ കർമ്മം കൊണ്ട് അതിന്റെ സത്യതയും പ്രതിജ്ഞയോടുള്ള കൂടും പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അയാളെ എന്ത് വില വെക്കാനാണ്? ഇത്തരത്തിലുള്ളവർ ഒന്നല്ല 100 പേര് മരിച്ചാലും നാം പറയും, അയാളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അന്ധകാരത്തെ ദൂരീകരിക്കുന്ന സത്യത്തിന്റെയും ആത്മീയ ജ്ഞാനത്തിന്റെയും പ്രകാശം അത് ഹൃദയത്തിൽ ദൃഢവിശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അതിൽ നിന്ന് ദൂരപ്പെട്ടു, അതുകൊണ്ട് നശിച്ചുപോയി. ലോകത്തിന്റെ മുമ്പുള്ള അവസ്ഥയും ലോകത്തിന്റെ ഇന്നുള്ള ഈ അവസ്ഥയും ഈ വ്യാകുലതയിൽ ഇടുന്നതാണ്. ലോകത്തിന്റെ പര്യവസാനം എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു സാഹിബ് പറഞ്ഞു, വലിയ വേഗതയിൽ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതിനുള്ള മറുപടി ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു കവിതയിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണം ഞാൻ വിവരിക്കുകയുണ്ടായി. അഗ്നിയാണ്, എന്നാൽ അത്ഭുതസ്മിതനായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെല്ലാവരും അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് യഥാർത്ഥ കാര്യം. നാം അള്ളാഹുവുമായി നമ്മുടെ ബന്ധം സുദൃഢമാക്കണം. അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതോടൊപ്പം അവന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നവരായിരിക്കണം. അള്ളാഹു നൽകിയിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾക്ക് കീഴിലുള്ള ഹസനാത്തുകൾ, നന്മകൾ സ്വായത്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ പക്കൽ തിന്മയായിട്ടുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അത് അള്ളാഹു തുറന്ന നിലയിൽ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തന്നിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചതിനു ശേഷം വിശ്വാസപരവും കർമ്മപരമായും അങ്ങേയറ്റം സുദൃഢത കൈവരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോക്ഷത്തിന് കാരണമായിട്ടുള്ളത്. ഇത് തന്നെയാണ് അള്ളാഹുവും ഇഷ്ടപ്പെടുന്നത്. അല്ല എങ്കിൽ ഈ 50 വർഷം അല്ലെങ്കിൽ 75 വർഷം അല്ലെങ്കിൽ 100 വർഷം എന്നിങ്ങനെ ഏതെല്ലാം ജമാഅത്തുകളിലാണ് വരുന്നത്, ഇത്തരം ഒരു വിപ്ലവം ഉണ്ടാകാതെ ഇതിനൊരു പ്രാധാന്യവുമില്ല. ഭൗതികരായിട്ടുള്ള ആളുകൾ ഈ കാര്യം കൊണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ ദീനി ജമാഅത്തുകൾ അങ്ങനെയല്ല. അഥവാ
സന്തോഷപ്രകടനം ഈ കാരണം കൊണ്ടാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ഇനി കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിന് പരിശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രകടനവും അള്ളാഹുവിനോടുള്ള നന്ദിയാണ്, അത് അനുവദനീയമാണ്. എന്നാൽ നമ്മുടെ ചുവട് എല്ലാവിധത്തിലുള്ള നന്മകളിലും പുരോഗതി കൈവരിക്കുന്നതിന് പകരം നിന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് വളരെയധികം വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നാം ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. എപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ ജമാഅത്തിന് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങൾ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകും എന്ന പ്രതിജ്ഞ, അതിൽ ഞങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ഞങ്ങൾ അതിൽ പുരോഗതി നേടുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജൽസയുടെ ദിവസങ്ങളിൽ ഈ 3 ദിവസം പ്രത്യേകിച്ചും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദുആയിൽ കഴിച്ചുകൂട്ടുക. ജൽസയുടെ ലക്ഷ്യം, ഇവിടെ പ്രോഗ്രാമുകൾ കേൾക്കുന്നതിന്റെ ലക്ഷ്യം, അത് പൂർണ്ണമായും ഹാജരായി അത് കേൾക്കുക. അള്ളാഹു എല്ലാവർക്കും അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.